ഒരിക്കലും ശ്രദ്ധിച്ചു കേട്ടോ. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തവരെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവരായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവ് ആകേണ്ടതിന് തന്നെ. നമ്മളെ പിതാവ് സ്വർഗത്തിൽ ഉണ്ട്. പിതാവിന്റെ ഒരു ഗുഡ് ക്വാളിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ആമേൻ. പിതാവിനൊരു പ്രത്യേകതയുണ്ട്. ഇല്ലാത്തതിനെ ഉളവാക്കിയെടുക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. ആമേൻ. നമുക്കറിയാം, ഈ ഫ്ലാഗ് പതാക, ഇന്ത്യൻ പതാക, ഈ ഫ്ലാഗ് ഇവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ പറയും ഇത് ഫ്ലാഗ് ആണെന്ന് പറയും. പക്ഷെ കർത്താവിനൊരു പ്രത്യേകത ഉണ്ട്. അവിടെ ഫ്ലാഗ് ആണെന്ന് കാണിച്ചു തരുവാൻ വേണ്ടി ഫ്ലാഗ് അവിടെ ഉണ്ടാവണമെന്നില്ല. ഈ ഫോൺ എടുത്തിട്ട് പറയും യേശുവിന്റെ നാമത്തിൽ ഇത് ഫ്ലാഗായി മാറട്ടെ, എന്നിട്ട് കാണിച്ചു തരും. ആമേ. അതാ എന്റെ ജീവിതത്തിൽ സംഭവിച്ച. ഹാലലുയ. എവിടെ ബുദ്ധി നഷ്ടപ്പെട്ടുവോ, ഹാലലുയ, ഈ ചിന്തിച്ചവരെയും പഴിച്ചവരെയും സാറുമാരെയും ലജ്ജിപ്പിക്കുന്ന നിലവാരത്തിൽ, ഹാലലുയ, എന്നിന് ഇല്ലാതിരുന്ന ഒരു ബുദ്ധി മണ്ഡലത്തെ കർത്താവ് തുറന്ന് കാണിച്ചു കൊടുത്തു. ഹാലലുയ. അത് ലോകം തുറന്നതുപോലെയല്ല, ദൈവം തുറന്നപ്പോൾ അതിശ്രേഷ്ഠകരമായി തുറന്നു. ആമേൻ. അതിശ്രേഷ്ഠകരമായി തുറന്നു. ഇതിന്റെ പകൽക്കാലം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും അടഞ്ഞുപോയ വഴികളുണ്ടെങ്കിൽ, എവിടെയെങ്കിലും അടഞ്ഞുപോയ വഴികളുണ്ടെങ്കിൽ, ഉള്ളതിനെ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ഒരു ദൈവ സാന്നിധ്യം ചിലരുടെ ഹൃദയങ്ങളിൽ, ചിലരുടെ ബുദ്ധിമണ്ഡലത്തിൽ, ചിലരുടെ ജീവിതത്തിൽ വിശ്വസിച്ചാൽ ഈ ആരാധന കഴിയുന്നതിന് മുൻപ് ഈ ഒരു ദൈവകൃപ പ്രാപിച്ചിട്ടല്ലാതെ മടങ്ങിപ്പോയത്. ഹാലലുയ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ഒരു അഭിഷേകം. ചിലർക്ക് സന്തോഷമുണ്ട്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ഒരു അഭിഷേകം. ഒന്ന് കൈ കൊടുത്ത് പറയേ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന അഭിഷേകം. പണ്ട് ലാസറിന്റെ കല്ലറക്കകത്ത് ലാസറിന് ജീവനില്ലായിരുന്നു. നമ്മളെല്ലാം രക്ഷിച്ചത് നമ്മുടെ അപ്പനായിരിക്കുന്ന എന്റെ അപ്പൻ ആ കല്ലറയുടെ മുമ്പിൽ പോയി വിളിച്ചപ്പോൾ ലാസർ ഓർത്തു. ആമേൻ. ഇല്ലാത്തത് അവിടെ ഉളവായി വന്നു. ഹല്ലേലൂയ. കർത്താവിന് അതാ പ്രത്യേകത. ഹല്ലേലൂയ. ഇല്ലാത്തതിന് ഉളവാക്കാൻ ഭയങ്കര ഇഷ്ടം. ഇല്ലാത്തതിന് ഉളവാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക്. ഹല്ലേലൂയ. എവിടെയെങ്കിലും അനുസരണത്തിന് പുറകോട്ടാണോ, ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക. ഇല്ലാത്തതിനെ ദൈവം ഉളവാക്കും. ഹല്ലേലൂയ. പിന്നെ മാതാപിതാക്കളോട് എനിക്കൊരു കാര്യമുണ്ട്. മാക്സിമം എൻ്റെ അമ്മയും പപ്പയും എൻ്റെ ശുശ്രൂഷയ്ക്ക് സപ്പോർട്ട് ചെയ്തതുപോലെ നിങ്ങൾ മക്കൾക്ക് സപ്പോർട്ട് ചെയ്യുക. ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ പഠിക്കുവാനുള്ള സബ്ജക്റ്റ് ഇതിലുണ്ട്. പക്ഷെ എത്ര പഠിച്ചാലും തീരത്തില്ല, അത്രമാത്രം സിലബസ് ഉണ്ട്. പക്ഷേ എവിടെ ഏത് മീറ്റിംഗ് ഉണ്ടെങ്കിലും എൻ്റെ അപ്പനോടോ അമ്മയോടോ ഞാൻ ചോദിച്ച് പോകട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അപ്പൻ സമ്മതിക്കും. അത് എത്ര ദിവസമായിരുന്നാലും സമ്മതിക്കും, അത് എത്ര മാസമായിരുന്നാലും സമ്മതിക്കും. ഹല്ലേലൂയ. ഇങ്ങനൊരു നല്ല അപ്പനും അമ്മയായി ഇരുന്നു കൊണ്ട് മക്കൾക്ക് വിദ്യാഭ്യാസം അല്ല മുൻഗണന കാണിച്ചു കൊടുക്കേണ്ടത്. മക്കൾക്ക് മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ വേണ്ടി മാതാപിതാക്കൾ അവർക്ക് വഴി വെട്ടി കൊടുത്ത. ഹല്ലേലൂയ. നിങ്ങളുടെ മക്കൾ ഇതുവരെ പോയ ആയിരിക്കത്തില്ല, ഇതുവരെ കണ്ടതുപോലെ ആയിരിക്കത്തില്ല. ചില അത്ഭുതങ്ങളായി മാറും, ചില അത്ഭുതങ്ങളായി മാറും. ആമേൻ. അവരുടെ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത ചിലത് ഉളവായി വരും. ആമേൻ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ ഇവിടെ നിൽക്കുന്ന ഓരോ മക്കളോടും ഞാൻ ആഹ്വാനം ചെയ്യുന്നു. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. തുറക്കാത്ത വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നു കിട്ടും. എത്താൻ പറ്റാത്തത് ലോകം തടഞ്ഞു നിർത്തുന്നതിനെ മറികടന്നുകൊണ്ട് എത്തുവാൻ സഹായിക്കും. പരിശുദ്ധാത്മാവ് സഹായിക്കും. എപ്പോഴും പരിശുദ്ധാത്മാവിനോട് കൂടെ നടക്കുക. എപ്പോഴും പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധം സ്ഥാപിക്കുക. ഒന്ന് പറയാം, പരിശുദ്ധാത്മായിട്ടൊരു ബന്ധം. അതാ മോള് പാടിയ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അളവില്ലാതെ നിറയണമേ. എന്നെ ചേർന്ന് പാടാമോ? പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അളവില്ലാതെ
നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 അമിതമായി എന്നിൽ നിറയണമേ. പരിഹാരത്തിൽ എത്രവർ ആഗ്രഹിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ അളവില്ലാത്തൊരു ഒഴുക്ക് സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ അളവില്ലാത്തൊരു ഒഴുക്ക് സാന്നിധ്യം. എന്തുകൊണ്ടാ പരിശുദ്ധാത്മാവിന് ഇത്ര ഇമ്പോർട്ടന്റ്? പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ശക്തിയാണ്. ഈ ദൈവത്തിന്റെ ശക്തി ഇപ്പോ നമ്മൾ എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിലാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തുവാ നമ്മൾ വസിക്കുന്നത്. ഹല്ലേലൂയ. ക്രിസ്തു ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഇനി ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി മാറുക. ഹല്ലേലൂയ. ഇല്ലാത്തതിനെ ഉളവാക്കി തുടങ്ങുക. ആമേൻ. അധരം കൊണ്ട് കൽപ്പിക്കുവാൻ തുടങ്ങുക. ജീവിതം മാറുവാൻ ശ്രമിക്കും. എവിടെ പരാജയപ്പെട്ടോ, അവിടെ ഭാരപ്പെട്ടോ, ഭയപ്പെട്ടോ ഇരിക്കരുത്. എവിടെ തോറ്റു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പോകരുത്. അവിടെയെല്ലാം തോൽവികളെ ജയാളിയാക്കുന്ന ഒരു ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളോട് കൂടെ ഒരു ഉറപ്പ്. ആമേൻ. ഓരോ യൗവനക്കാരെ ആലോചിക്കുക. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വയസ്സ് ജനിച്ച നാൾ മുതൽ അമ്മയുടെ സ്നേഹം വലുതാ, അപ്പന്റെ സ്നേഹം വലുതാ. നിങ്ങൾ ഓരോരുത്തരെയും പരിപാലിച്ച് നിങ്ങളെ വളർത്തി, നിങ്ങൾ തറയിൽ വീഴുമ്പോഴും ഒരു കുഞ്ഞിനെ നമുക്കറിയാം. ഹല്ലേലൂയ. അവൻ നടന്നു പോകുമ്പോഴും ഇരുന്ന് പോകുമ്പോഴും വീഴാതെ വണ്ണം പിടിച്ചു. ഇവനെ പൊക്കുമ്പോൾ ഹല്ലേലൂയ, ഒരു അഭിഷേകത്തിൽ ഇന്നാൾ പറഞ്ഞതുപോലെ ഇവന്റെ വായിക്കകത്തു നിന്നുള്ള ആ സലൈവ ഇങ്ങനെ ഒലിച്ചു വീഴുമ്പോഴും അമ്മയ്ക്ക് അത് തേനായിരുന്നു. ആമേൻ. ഇത്രത്തോളം നടത്തിയും ഇത്രത്തോളം സ്നേഹിക്കും. കുഞ്ഞു പൈതലായിരുന്ന സമയത്ത് എത്രമാത്രം കരുതിയിട്ടുള്ളതാണ്. ഒരു ഭൂമിയിലെ അപ്പനും അപ്പ ഇത്രത്തോളം കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര തെറ്റ് കാണിച്ചാലും, തെറ്റ് കാണിച്ചെന്ന് പറഞ്ഞ് ഒരു കുഴിക്കകത്ത് കൊണ്ടിട്ടില്ല, ഒരു ജയിലിൽ